പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ LDC പരീക്ഷകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ടായ വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ LDC എക്സാമുകളിലെല്ലാം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വിവരാവകാശ കമ്മീഷനെ കുറിച്ച്. ആ ക്വസ്റ്റ്യനും അതിനോടുള്ള അനുബന്ധമായ ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ചെയ്യുന്നത്. വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? അത് കഴിഞ്ഞ LDCക്ക് വന്ന ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ ബി ആണ്. 25,000 രൂപയാണ് പരമാവധി ശിക്ഷ. ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ അപേക്ഷ സ്വീകരിച്ചിട്ട് അത് വിവരങ്ങൾ നൽകാനായിട്ട് വിസമ്മതിച്ച ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്തുന്ന പരമാവധി ശിക്ഷ 25,000 രൂപയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. അതിൻ്റെ റിലേറ്റീവ് ഫാക്ട്സിലേക്ക് നമുക്ക് നോക്കാം. 2005 വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പ് 19 അപ്പീലിനെ പറ്റിയും വകുപ്പ് 20 പിഴകളെ പറ്റിയും പ്രതിപാദിക്കുന്നു. അപ്പോൾ 2005 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതിൻ്റെ വകുപ്പ് 19 വകുപ്പ് എന്താ പറയുന്നത്? അപ്പീലിനെ പറ്റിയും 20 വകുപ്പ് അത് പിഴകളെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത്. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ ആക്ഷേപമുള്ളപ്പോഴും വിവരം യഥാസമയം ലഭിക്കാതെ വരികയും ലഭിച്ച വിവരം അപൂർണമോ തെറ്റായിട്ടുള്ളതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആണെന്ന് ആക്ഷേപമുള്ളപ്പോഴും പ്രസ്തുത തീരുമാനത്തിനെതിരായ ഒന്നാം അപ്പീൽ ബന്ധപ്പെട്ട പൊതു അധികാരികളുടെ അപ്പീൽ അധികാരി മുൻപാകെ 30 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപ്പീലിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അപ്പീലിൽ കൊടുക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. ഇനി ഒന്നാം അപ്പീൽ പരമാവധി 30 ദിവസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കിയിരിക്കണം. ഒന്നാം അപ്പീൽ 30 ദിവസങ്ങൾക്കുള്ളിൽ തീർപ്പാക്കിയിരിക്കണം. ഇനി ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിനെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾക്ക് ഒന്നാമത്തെ അപ്പീൽ കൊടുത്തിട്ട് അതിൻ്റെ മറുപടി വന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ വീണ്ടും അപ്പീൽ കൊടുക്കാം. അതാണ് ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിനെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ 90 ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാം അപ്പീൽ വിവരാവകാശ കമ്മീഷനിൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം കൊടുത്ത അപ്പീലിന് നമുക്ക് തൃപ്തി ആയൊരു മറുപടി കിട്ടിയില്ല എങ്കിൽ രണ്ടാമത് അപ്പീൽ കൊടുക്കേണ്ട ദിവസം എന്താണ്? 90 ദിവസങ്ങൾക്കുള്ളിൽ വിവരാവകാശ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരാനുള്ള ക്വസ്റ്റ്യൻസിനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ഇനി പരാതിയിലോ രണ്ടാം അപ്പീലിലോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ തെളിയിക്കപ്പെട്ടാൽ പ്രസ്തുത നിയമവിരുദ്ധ പ്രവൃത്തികൾ ചെയ്ത പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അഥവാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ മേൽ 25,000 രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ടെന്ന് നിയമത്തിൻ്റെ വകുപ്പ് 20 വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതാണ് കഴിഞ്ഞ LDCക്ക് ചോദിച്ചത്. അപ്പോൾ എന്തെങ്കിലും കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ ആ ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസർക്ക് 25,000 രൂപ വരെ പിഴ ചുമത്താനായിട്ട് വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഇത് വകുപ്പ് 20 വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. വിവരാവകാശ നിയമവ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടി അല്ലെങ്കിൽ അച്ചടക്ക ലംഘന നടപടിക്ക് നിർദ്ദേശിക്കാനും വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. വിവരാവകാശ നിയമവ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് നിർദ്ദേശിക്കാനും
വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഇനി വകുപ്പ് 19 ബി പ്രകാരം വകുപ്പ് 19 ബി പ്രകാരം വിവരാവകാശ കമ്മീഷന് പൊതു അധികാരിയോട് പരാതിക്കാരന് അനുഭവിക്കേണ്ടി വന്ന നഷ്ടത്തിനോ മാനഹാനിക്കോ പരിഹാരം നൽകുന്നതിനും ആവശ്യപ്പെടാം. ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇനി അടുത്തത്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005 ജൂൺ 15-നാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ഇനി വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലയിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. മൂന്നാമത്തത്, ഏത് സംസ്ഥാനത്താണ് വിവരാവകാശ നിയമം ആദ്യം പാസാക്കിയത്? 1997 തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയത്. ഇനി വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ രാജ്യം സ്വീഡൻ. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കാൻ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കാൻ നൽകേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപ. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത് ഏത് നിയമമാണ്? വിവരാവകാശ നിയമം. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം ഫോണിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. അടുത്തത്, വിവരാവകാശ നിയമത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അടുത്തത്, വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 2. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച് എത്ര ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം? 30. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം? എത്രയാണ്? 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. അടുത്തത്, ആവശ്യപ്പെടുന്ന ആളുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണ് എങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം? 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ആവശ്യപ്പെടുന്ന ആളുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണ് എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. അടുത്തത്, വിവരാവകാശ നിയമം വരാൻ കാരണമായ സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ആരാണ്? ഷാഹിദ് റാസ ബർണെ. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ ലഭ്യമല്ല. അത് ഏതൊക്കെയാണ്? വ്യക്തികളുടെ ജീവനും സുരക്ഷയും ഭീഷണിയാവുന്നവ, കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നവ. ഇവ രണ്ട് കാര്യങ്ങളെയും കുറിച്ച് അറിയാനായിട്ട് വിവരാവകാശ നിയമത്തിലെ ലഭ്യമല്ല, വിവരങ്ങൾ എത്ര കൊടുത്താലും ലഭ്യമല്ല. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങളുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം അറിയാമെന്ന് വിചാരിച്ചാലും ലഭ്യമല്ലാത്തത് ഏതൊക്കെയാണ്? വ്യക്തികളുടെ ജീവനും സുരക്ഷയും ഭീഷണിയാവുന്നവ, കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നവ, രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ. ഇത്രയും 3 കാര്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് ഇല്ലാത്തത് ഏത് വിഭാഗത്തിനാണ്? അപേക്ഷാ ഫീസ് ഇല്ലാത്തത് ഏത് വിഭാഗത്തിനാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിന്. സേനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. 2012 നവംബർ 1. എന്താണ് സേനാവകാശ നിയമം?
സർക്കാർ സേവനങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന ഒരു നിയമമാണ് സേവനാവകാശ നിയമം. അടുത്തത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത്? CIC ഭവൻ. CIC ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. CIC ഭവൻ മുമ്പ് അറിയപ്പെട്ടത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ആര്? ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആര്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? അതായത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് എന്നാണ് ചോദ്യം. അത് പ്രസിഡന്റിന്റെ മുമ്പിലാണ്. അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷന്മാരെയും തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെയാണ്? 1. പ്രധാനമന്ത്രി. 2. ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. 3. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി അടങ്ങുന്ന 3 അംഗ സമിതി. അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റാണ്. ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ആദ്യ അപ്പീലിന് മറുപടി ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ അപ്പീൽ ഫയൽ ചെയ്യാം? ആദ്യ അപ്പീലിന് മറുപടി ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ അപ്പീൽ ഫയൽ ചെയ്യാം? നമ്മൾ പഠിച്ചതാണ് 90 ദിവസം. ഉത്തരം ഓപ്ഷൻ എ. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം വിവരം അറിയുന്നതിന് വേണ്ടിയുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപ. ഓപ്ഷൻ എ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ നിയമനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? താഴെ തന്നിരിക്കുന്നവയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? ഉത്തരം മൂന്നാമത്തത്, നിയമസഭാ സ്പീക്കർ. നിയമസഭാ സ്പീക്കർ മാത്രമാണ് അതിൽ ഉൾപ്പെടാത്തത്. നാലാമത്തത്, വിവരാവകാശ നിയമപ്രകാരം സാധാരണ എത്ര ദിവസം കൊണ്ടാണ് മറുപടി ലഭിക്കേണ്ടത്? 30 ദിവസം. ഓപ്ഷൻ ഡി. എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടാത്തത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിനാണ്. വിവരാവകാശ നിയമം 2005 12 വകുപ്പ് പ്രകാരമാണ് ഇത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്ന വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം 10 രൂപയാണ്. അഞ്ചാമത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വിവരാവകാശ കമ്മീഷന്റെ അംഗസംഖ്യയുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായത് ആൻസർ ഡി ആണ്. ഡിയിൽ 4 മാത്രമാണ് ശരി. എക്സ്പ്ലനേഷൻ, കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളിൽ അംഗസംഖ്യ തുല്യമാണ്. ആകെ 11 അംഗങ്ങൾ അഥവാ 10 എണ്ണത്തിൽ കൂടാതെയുള്ള വിവരാവകാശ കമ്മീഷന്മാരും ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും ആണ്. ഇതോടെ ഈ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള വരാൻ സാധിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തീർന്നു. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.